ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. പലരും ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. അതായത് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു നമ്മുടെ കുലദേവതേനെയും ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു മൂർത്തിനെയും ആചരിച്ച അമ്പലങ്ങൾ തൊഴുതു പോകുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാ, അതല്ല സ്പിരിച്വൽ ജേണി. സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് അല്ലെങ്കിൽ തുരിയ എന്നൊക്കെ പറയും. ഒറ്റ ഒരു വീഡിയോയിൽ പറയേണ്ട കാര്യമല്ല ഈ സ്പിരിച്വാലിറ്റി എന്താണെന്ന്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന ഈ അമ്പലങ്ങൾ, അതേപോലെ ഈ പറയുന്ന നമ്മുടെ സാധന, ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് എത്താനുള്ള ഒരു വഴി മാത്രമാണ് സ്പിരിച്വാലിറ്റിയിലോട്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ പലരും അത് നമ്മുടെ ചക്ര വീഡിയോസ് കണ്ടിട്ട് പലരും വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചേട്ടാ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന്. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ആണോ? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണോ? അല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കുക. എങ്ങനെ ഫ്രീ ആക്കണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കണ്ണടച്ച് നമ്മൾ ശമ്പളം പടിഞ്ഞിരുന്ന് കണ്ണടച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും. അതായത് വേണ്ടാത്ത ചിന്തകളും വേണ്ടുന്നതായ കുറേ ചിന്തകൾ വരും. ഈ ചിന്തകളെ നമുക്ക് മാറ്റി നിർത്തണം. മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ചിന്തകൾ ഒരിക്കലും വരാണ്ടിരിക്കില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളതിനെ മൈൻഡ് ചെയ്യരുത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടാൻ കുറച്ച് പണിയായിരിക്കുള്ളൂ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ എക്സാക്റ്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക. അവർ വരും, പോയിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യരുത്, മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചിലരിക്കും നമ്മളൊരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡിൽ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുന്നു. പറ്റും, പക്ഷേ ഒരു വലിയ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിനേക്കാളും സിമ്പിളായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ തോട്ട്സിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. അതായത് ഈ തോട്ട്സിന് നമ്മൾ റെസ്പോണ്ട് കൊടുക്കാണ്ടിരിക്കുക. തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വരും, അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് അവൻ്റെ വീട്ടിൽ പോകണം, അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ബൈക്ക് ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് പറൂര് പോകണം, അല്ലെങ്കിൽ ഒന്ന് എറണാകുളം പോകണം, അല്ലെങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ പറയും. ഇതൊക്കെ തോട്ട്സാണ്. ഈ തോട്ട്സ് പറയണത് നമ്മൾ കേൾക്കാണ്ടിരിക്കുക, ഇതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ബേസിക്കലി കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കുള്ളൂ, പക്ഷേ കേൾക്കുന്ന പോലെ അല്ല ഇത്. കുറച്ച് പണിയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കേണ്ട പരിപാടിയൊന്നുമല്ല, ടൈം എടുക്കും. എനിക്കൊക്കെ നല്ല സമയം എടുത്തു ഈ പറഞ്ഞ മെഡിറ്റേഷനിലോട്ട് പോകാൻ വേണ്ടി. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ തോട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന തോട്ട്, ആ ചിന്ത, അതിനകത്തോട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കാണ്ട് നമ്മൾ ഇരിക്കുക. ആ പറയുന്ന കാര്യങ്ങളൊന്നും ആ തോട്ടിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇംഗ്ലീഷിൽ പറയണല്ലേ, വി ഡോണ്ട് ഗിവ് എ ഷിറ്റ്. അത് തന്നെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് നോക്കൂ. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യെ ഒറ്റടിക്ക് പറയില്ല, പയ്യെ നമുക്ക് ഈ തോട്ട്സ് വരും, നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പം പണ്ട് ആളുകളൊക്കെ പറഞ്ഞിട്ടില്ല, അതായത് നമ്മൾ കുറേ നാൾ ഒരാളെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾ വിട്ടു പോകും. ഇതേപോലെ തോട്ട്സും നമ്മൾ മെഡിറ്റേഷനിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരാണ്ടാവും. നമ്മുടെ ബോഡിയുടെ ബ്രെയിനിനകത്ത് 90% സബ് കോൺഷ്യസ് മൈൻഡും 10% കോൺഷ്യസ് മൈൻഡുമാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ഈസി ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന്. അതായത് നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട്സിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ചിലർക്ക് ഇനീഷ്യൽ ടൈമിൽ അത് പറ്റില്ല. അതാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ആ സമയത്ത് തോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ശ്വാസത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ശ്വാസത്തിലോട്ട് നോക്കുക കുറച്ച് നേരം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങും പയ്യെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വീണ്ടും ആ പൊസിഷനിലോട്ട് വരിക, വീണ്ടും പോകും, മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ടും പറ്റാണ്ടാവുമ്പോൾ ശ്വാസത്തിലോട്ട് നമ്മൾ വീണ്ടും കോൺസെൻട്രേഷൻ കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളിത് മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ മെഡിറ്റേഷൻ സ്റ്റേറ്റിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചക്രാസൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ചക്രാസും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ 2 ചക്രാസുണ്ട്. ആ ചക്രാസിൻ്റെ മേളിൽ ഒരു സംഭവമുണ്ട്, തുരിയ. അതിനെപ്പറ്റി ഞാൻ
അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഞാൻ ഇതിനെ പറ്റിയിട്ട് സൂചന തന്നിട്ടുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ. അതായത് എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയത്ത് ഞാനൊരു ട്രയാങ്കിളൊക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ വീഡിയോ കാണാത്തൊരു ആ വീഡിയോ കണ്ടുപോകും. അതാണ് പ്രശ്നം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ ചക്രകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ക്രൗൺ ചക്രയും റൂട്ട് ചക്രയും തമ്മിൽ കണക്റ്റഡ് ആണ്. അതേപോലെ സൈക്രൽ ചക്രയും ഈ പറയുന്ന ഇതും നമ്മുടെ തേർഡ് ഐയും തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഡാൻസ് കളിക്കുന്ന പോലെ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതായത് അവയർനെസ്, ജേണി ടു അവയർനെസ് എന്നൊരു സീരീസ് ഞാൻ ചെയ്യാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ ഒറ്റയടിക്ക് ഇത് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പോരുത്. അതേപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യണം. അതായത് നമ്മുടെ സ്പിരിച്വൽ ജേണിയിലോട്ട് നിങ്ങൾ മുന്നോട്ട്, അതായത് നിങ്ങളുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ അവയർനെസ്സിലോട്ട് നിങ്ങൾ പോകുന്ന ജേണിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് ലൈഫിൽ. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ്, അതായത് ഈ നമ്മൾ ഹോട്ടൽ ഫുഡ് അല്ലാണ്ടുള്ള പ്രോസസ്ഡ് ഫുഡ് ഇല്ലേ, ബർഗേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഷുഗർ, വൈറ്റ് ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യേണ്ടി വരും. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യേണ്ടി വരും. സ്മോക്കിംഗ് കട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ ലിക്കർ കട്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കുള്ളിൽ പീനൽ ഗ്ലാൻഡ് എന്നൊരു സംഭവമുണ്ട്. ചെറിയൊരു രാജ്മാപ്പാരനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയാണ് തേർഡ് ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടി. പക്ഷേ നമ്മുടെ ഈ എക്സസീവായിട്ടുള്ള ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കാരണം ഈവൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ മേളിലൊരു കോട്ടിങ് ഉണ്ടാക്കും, കാൽസിനേഷൻ. ഈ കാൽസിനേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നീക്കൽ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ ജേണിയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പയ്യെ കട്ടാവും. എനിക്കൊക്കെ പയ്യെ കട്ടായതാണ്. ഇതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പയ്യെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആവും പ്രോസസ്സ്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. മെഡിറ്റേഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, അതിൻ്റെ പുറകെ പോകാണ്ടിരിക്കുക. അത് പറഞ്ഞ് വിശ്വസിക്കാണ്ടിരിക്കുക. നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക. പലവട്ടം ഇഗ്നോർ ചെയ്താൽ പയ്യെ ഇത് നമുക്ക് ഇഗ്നോർ ചെയ്ത് നമുക്ക് നമ്മുടെ കോൺഷ്യസിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.